വീണ്ടും ജീവനെടുത്ത കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം കരുളായി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇംതിയാസ് കരയും ചേരുന്നുണ്ട്. ഇംതിയാസ്, വീണ്ടും ഒരു കാട്ടാന ആക്രമണം, അതിലൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, നമ്മൾ നേരത്തെ തന്നെ പങ്കുവെച്ചതുപോലെ ഇന്നലെ രാത്രി 6:45, 7 മണിയോടുകൂടിയാണ് നിലമ്പൂരിലെ കരുളായി പൂച്ചപ്പാറ നഗർ എന്ന പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന 37 വയസ്സുകാരൻ മരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ അതായത് ഈ മണി തൻ്റെ കുട്ടികളുമായിട്ട് മാഞ്ചേരി ഭാഗത്തേക്ക് അവരെ ആശുപത്രിയിൽ കാണിക്കാനും മറ്റുമായി ഇങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു, ആശുപത്രിയുള്ള ഭാഗത്തേക്ക് എത്തിയതായിരുന്നു. അവരെല്ലാം ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം തിരിച്ച് കാട്ടിലേക്ക് തന്നെ അവരുടെ താമസ സ്ഥലമായ പൂച്ചപ്പാറ പ്രദേശം വഴി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. കണ്ണക്കൈ എന്ന പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അതിൽ അതേ സമയത്ത് തന്നെ മണിയുടെ കയ്യിൽ തൻ്റെ കുഞ്ഞുമുണ്ടായിരുന്നു. ആ കുഞ്ഞ് അല്പ ദൂരത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ കുഞ്ഞിനെ എടുത്തു മാറ്റി രക്ഷപ്പെടുത്തിയത്. ഈ കണ്ണക്കൈ എന്ന് പറയുന്ന പ്രദേശം എന്നത് ഈ ഭാഗം തന്നെ കാടായതിനാൽ തന്നെ വലിയ കാട് മൂടിയ സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നീട് മറ്റുള്ളവരെല്ലാം എത്തി 1.5 കിലോമീറ്റർ ദൂരം മണിയെ ചുമന്നുകൊണ്ടാണ് ബന്ധുക്കളെല്ലാം ചുമന്നുകൊണ്ടാണ് തൊട്ടടുത്ത പ്രദേശത്തേക്ക് പിന്നീട് എത്തിച്ചത്. ഇതൊരു ചോലനായ്ക്കർ വിഭാഗത്ത് നമുക്കറിയാം. ചോലനായ്ക്കർ വിഭാഗം എന്ന് പറയുന്നത് അവർ അതായത് കരുളായി ഭാഗത്ത് നിന്നെല്ലാം 25 കിലോമീറ്റർ ദൂരെ അങ്ങോട്ടേക്ക് കൊടും കാടാണ്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ളൊരു വിഭാഗമാണ് ചോലനായ്ക്കർ വിഭാഗത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. ഇവരെ എന്തായാലും പിന്നീട് നെടുങ്കയം ഭാഗത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ പിന്നീട് രാത്രി ഒരു 10-11 മണിയോടുകൂടിയാണ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ബന്ധുക്കൾ പറഞ്ഞത് പ്രകാരം ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുൻപ് വരെ മണി ബന്ധുക്കളോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെടുകയായിരുന്നു.